കാനഡയിൽ പെർമനന്റ് റെസിഡൻസി അഥവാ PR സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് മലയാളി പ്രവാസികൾക്കും പഠനത്തിന് ശേഷം കാനഡയിൽ ജോലി ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഉടമകൾക്കും അമേരിക്കയിലെ വിസ അനിശ്ചിതത്വങ്ങൾ കാരണം കാനഡയിലേക്ക് ചേക്കേറാൻ പ്ലാൻ ചെയ്യുന്ന കുടുംബങ്ങൾക്കും അതീവ നിർണായകമായ പുതിയ വിവരങ്ങളാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ടിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള കാനഡയുടെ പെർമനന്റ് റെസിഡന്റ് അഡ്മിഷൻ ടാർഗറ്റുകളിലും ഇമിഗ്രേഷൻ ലെവൽ പ്ലാനിംഗിലും കാനഡ ഗവൺമെന്റ് കാതലായ പരിഷ്കാരങ്ങളും പുതിയ നിയന്ത്രണങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ നിലവിലെ പാർപ്പിട സൗകര്യങ്ങൾ, ഹെൽത്ത് കെയർ മുൻഗണനകൾ, തൊഴിൽ വിപണിയിലെ ആവശ്യകതകൾ എന്നിവ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് IRCC പുറത്തുവിട്ട ഈ പുതിയ കോട്ട ക്രമീകരണങ്ങൾ പ്രവാസി മലയാളികളുടെ ഇമിഗ്രേഷൻ സാധ്യതകളെയും PR കാത്തിരിപ്പിനെയും ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. കാനഡ ഗവൺമെന്റ് ഈ വർഷം നടപ്പിലാക്കിയിരിക്കുന്ന ഇമിഗ്രേഷൻ സുതാര്യത പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തേക്ക് എത്തുന്ന സ്ഥിരതാമസക്കാരായ വിദേശികളുടെ എണ്ണവും ആഭ്യന്തര അടിസ്ഥാന സൗകര്യങ്ങളും തമ്മിൽ ഒരു കൃത്യത ഉറപ്പാക്കുക എന്നതാണ്. മുൻ വർഷങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന ഉയർന്ന അഡ്മിഷൻ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കുടിയേറ്റ പാതകൾക്കും അഥവാ സ്ട്രീമുകൾക്കും വേർതിരിച്ചുള്ള കൃത്യമായ കോട്ടകളും സുതാര്യമായ റിപ്പോർട്ടിംഗ് സിസ്റ്റവും ഗവൺമെന്റ് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൽക്കാലിക താമസക്കാരായി നിലവിൽ കാനഡയിലുള്ള വർക്ക് പെർമിറ്റ്, സ്റ്റുഡന്റ് വിസ ഉടമകളെ പെർമനന്റ് റെസിഡന്റ് സ്റ്റേറ്റസിലേക്ക് ഉയർത്താൻ ഇൻ കാനഡ ട്രാൻസിഷൻ പാതകൾക്കാണ് IRCC പ്രഥമ പരിഗണന നൽകുന്നത്. ഈ പുതിയ അഡ്മിഷൻ ടാർഗറ്റുകൾ പ്രധാനമായും 4 വിഭാഗങ്ങളായി തരംതിരിച്ചു വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്നാമതായി ഫെഡറൽ എക്സ്പ്രസ് എൻട്രി സിസ്റ്റമാണ്. ഇതിന് കീഴിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിസ ഉടമകൾക്കും നിശ്ചിത തൊഴിൽ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന കാറ്റഗറി അടിസ്ഥാനമാക്കിയുള്ള ഡ്രോകൾക്കുമാണ് കൂടുതൽ കോട്ട മാറ്റിവെച്ചിരിക്കുന്നത്. ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, IT, ട്രേഡ് പ്രൊഫഷണലുകൾ, ഫ്രഞ്ച് ഭാഷാ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ എന്നിവർക്ക് ഈ അലോക്കേഷന്റെ നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കും. രണ്ടാമതായി പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ അഥവാ PNP ആണ്. പ്രവിശ്യയുടെ സാമ്പത്തിക ആവശ്യകത അനുസരിച്ച് ഓരോ പ്രവിശ്യയ്ക്കും കൃത്യമായ വാർഷിക PR കോട്ടകൾ സുതാര്യമായി അനുവദിച്ചിട്ടുണ്ട്. മൂന്നാമതായി ഫാമിലി സ്പോൺസർഷിപ്പ് കാറ്റഗറിയാണ്. കാനഡ പൗരന്മാർക്ക് PR ഉടമകൾക്കും തങ്ങളുടെ പങ്കാളിയെയും മക്കളെയും കൊണ്ടുവരാനുള്ള കോട്ട തടസ്സമില്ലാതെ തുടരുമ്പോഴും മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും PGP സ്പോൺസർഷിപ്പ് പ്രോസസ്സിംഗിൽ കടുത്ത നിയന്ത്രണങ്ങളും കൂടുതൽ സുതാര്യമായ ലോട്ടറി തെരഞ്ഞെടുപ്പുകളുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നാലാമതായി ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വിസകളാണ്. രാജ്യത്തേക്ക് നേരിട്ട് വിദേശ നിക്ഷേപവും തൊഴിലവസരങ്ങളും കൊണ്ടുവരുന്ന പ്രൊഫഷണലുകൾക്ക് പ്രത്യേക വിസ അലോക്കേഷനുകൾ നീക്കിവെച്ചിട്ടുണ്ട്. ഇത് കാനഡയിലുള്ള മലയാളി വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം. നിലവിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിൽ കഴിയുന്ന ആയിരക്കണക്കിന് മലയാളി ബിരുദധാരികൾക്ക് പൊതുവായ ജനറൽ ഡ്രോകളിൽ കട്ട് ഓഫ് സ്കോറുകൾ ഉയർന്ന നിലയിൽ തുടരുന്നത് വെല്ലുവിളിയാകുന്നുണ്ട്. എന്നാൽ IRCCയുടെ പുതിയ ടാർഗറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കാനഡയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള CEC അപേക്ഷകർക്കായി പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ള വലിയ ഡ്രോകൾ വരും മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ്. കേവലം ജനറൽ സ്കോറുകളെ മാത്രം ആശ്രയിക്കാതെ തങ്ങളുടെ തൊഴിൽ പരിചയം, ഹെൽത്ത് കെയർ അല്ലെങ്കിൽ STEM മേഖലകളിലെ പ്രത്യേക NOC കോഡുകളിലേക്ക് മാറ്റാൻ സാധിച്ചാൽ കുറഞ്ഞ സ്കോറുകളിലും മലയാളി വിദ്യാർത്ഥികൾക്ക് PR ITA കരസ്ഥമാക്കാൻ സാധിക്കും. അമേരിക്കയിൽ H1B, H4 വിസകളിൽ കഴിയുന്ന മലയാളി പ്രവാസികൾക്കും ഈ കാനഡ അഡ്മിഷൻ വിജ്ഞാപനം നിർണായകമാണ്. ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകളും H4 വർക്ക് പെർമിറ്റ് നിയന്ത്രണങ്ങളും കാരണം അമേരിക്കയിൽ നിന്ന് കാനഡ എക്സ്പ്രസ് എൻട്രിയിലേക്ക് അപേക്ഷിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും US തൊഴിൽ പരിചയവും കാനഡയുടെ ഫെഡറൽ സ്കിൽഡ് വർക്കർ കാറ്റഗറി ഡ്രോകൾ വഴി എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. എന്നാൽ IRCC താൽക്കാലിക വിസക്കാരുടെ എണ്ണം മൊത്തത്തിൽ കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ അമേരിക്കയിൽ നിന്ന് നേരിട്ട് കാനഡയിലേക്ക് പോകുന്നവർ ഔദ്യോഗിക PR ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ വാലിഡ് ജോബ് ഓഫർ കൈവശം വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കാനഡ PRനായി തയ്യാറെടുക്കുന്ന പ്രവാസി മലയാളികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഭാഷാ പരീക്ഷാ സ്കോറുകൾ പരമാവധി മെച്ചപ്പെടുത്തുക. ഇംഗ്ലീഷ് IELTS ജനറൽ അല്ലെങ്കിൽ കനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻഡെക്സ് പ്രോഗ്രാം പരീക്ഷകളിൽ CLB സ്കോർ 9 നേടാൻ ശ്രമിക്കുക. രണ്ടാമതായി ഫ്രഞ്ച് ഭാഷാ പഠനമാണ്. അടിസ്ഥാന ഫ്രഞ്ച് യോഗ്യത നേടുന്നത് കാനഡ എക്സ്പ്രസ് എൻട്രിയിൽ ഏറ്റവും വേഗത്തിൽ PR നേടാനുള്ള പ്രധാന സ്ട്രാറ്റജിയായി മാറിയിട്ടുണ്ട്. മൂന്നാമതായി നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് ആണ്. രേഖകളും വർക്ക് എക്സ്പീരിയൻസുകളും റെഫറൻസ് ലെറ്ററുകളും അപ് ടു ഡേറ്റ് ആയി സൂക്ഷിക്കുക. കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ നിയന്ത്രിതവും എന്നാൽ സുതാര്യവുമായ ശൈലിയിലേക്ക് മാറുമ്പോൾ
കൃത്യമായ വിവരങ്ങളും മുൻകൂട്ടിയുള്ള ആസൂത്രണങ്ങളുമാണ് ഏതൊരു പ്രവാസിയുടെയും വിജയം നിർണ്ണയിക്കുന്നത്. അനാവശ്യമായ ഏജൻസി വാഗ്ദാനങ്ങളിൽ വീഴാതെ IRCCയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുക. വിദേശ രാജ്യങ്ങളിലെ കുടിയേറ്റ നിയമങ്ങൾ, വിസ നയങ്ങൾ, ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക.